എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. ബിനു അടിമാലി ഫ്ലവേഴ്സ് സ്റ്റുഡിയോയിൽ വെച്ച് ബിനീഷ് എന്നറിയപ്പെടുന്ന ഒരു പയ്യന്റെ ക്യാമറ തല്ലിപ്പൊട്ടിക്കുകയും അദ്ദേഹത്തെ അടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ആ ഒരു വിഷയം ഒരുപാട് വാർത്താ മാധ്യമങ്ങളിലും ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് വെളുപ്പിക്കാൻ വേണ്ടി ട്രൂ TV സൂരജ് പാലക്കാരൻ്റെ ചാനൽ ഇന്നലെ ബിനു അടിമാലി ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം എന്തായാലും പെയ്ഡ് പ്രൊമോഷൻ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം മുമ്പേ കൊടുത്ത സ്ക്രിപ്റ്റിന് ഉത്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ സൂരജ് പാലക്കാരൻ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ അതിലെ കുറച്ച്, അതായത് സൂരജ് പാലക്കാരൻ്റെ ആ ഒരു വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകളൊക്കെ വായിക്കാം. അതായത് അതൊരു പെയ്ഡ് പ്രൊമോഷനാണ് എന്ന് കരുതുന്ന രീതിയിൽ ഒരുപാട് കമൻറ്റുകൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ അവിടെ വെക്കാം. സ്വന്തം മകളുടെ തലയിൽ കൈവച്ച് ആരും കള്ളസത്യം പറയില്ല. പക്ഷേ ബിനു എന്തൊക്കെയോ മറക്കുന്നുണ്ട്. സംസാരത്തിൽ ഒരു തപ്പൽ. സത്യം സ്വന്തമായി പറഞ്ഞ് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക. അതായത് ബിനുവിൻ്റെ സംസാരത്തിൽ എന്തൊക്കെയോ ഞാൻ കണ്ട സമയത്ത് എനിക്ക് തോന്നി ബിനു അതൊരു ലാസ്റ്റിക്ക് ഒരുപാട് വേറെ കാര്യങ്ങൾ കുറച്ചും കൂടി പറയാനുണ്ട്. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ലാസ്റ്റിക്ക്, അതായത് ഒരാൾ കാണുമ്പോൾ അയാൾക്ക് ഇതൊരു ബിനു ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്തതാണെന്നുള്ളത് നന്നായിട്ട് തോന്നുന്നുണ്ട്. ഇതിന് മുമ്പ് ആ ഒരു സഞ്ജു ടെക്കിൻ്റെ ഒരു വണ്ടിയുമായി ഇഷ്യൂലും ഇതേമാതിരി സൂരജ് പാലക്കാരൻ ഒരു പെയ്ഡ് പ്രൊമോഷൻ ചെയ്താന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സൂരജ് പാലക്കാരൻ സ്ക്രിപ്റ്റ് കൊള്ളാം, പക്ഷേ വിശ്വസിക്കാൻ അടിമാലിക്ക് കഴിയുന്നില്ല. സംശയങ്ങൾ ഏറെ ബാക്കി. 399 ലൈക്ക് അടിച്ചു. അപ്പം എന്തായാലും ഇത് കാണുന്ന ഒരുവിധം 100ൽ ഒരു 3/4 ആളുകൾക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. അടുത്തൊരു കമൻറ്റ്, ഇത് പെയ്ഡ് ന്യൂസ് ആണെന്ന് തുടക്കത്തിൽ തന്നെ മനസ്സിലായി. അതിനുണ്ട് 329 കമൻറ്റ്. ആകെ വന്നത് 1500 കമൻറ്റാണ് ഇതിന് ഞാൻ ഈ വീഡിയോ കാണുന്ന സമയത്ത് വന്നിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഈ ഒരു കമൻറ്റിന് മാത്രം 329 ലൈക്ക് കിട്ടണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു കമൻറ്റ് തന്നെ ഇക്കാരെ. തീ ഉണ്ടാവാതെ പുക ഉണ്ടാവുമോ? കുറച്ചെങ്കിലും കാര്യമുണ്ട് എന്നാണ് അയാളുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകുന്നത്. കാശ് കൊടുത്തത് ഇങ്ങനെ കാണിച്ചാൽ സത്യമാകുമോ? കാശ് കൊടുത്ത് ഇങ്ങനെ കാണിച്ചാൽ സത്യമാകുമോ? നേരിട്ട് കാശ് വാങ്ങിയിട്ട് തിരിച്ച് ബിനു കൊടുക്കുന്നതായി കൂടെ അതൊരു വെളുപ്പിക്കലായി തോന്നുന്നു. അതായത് ഈ ഒരു സൂരജ് പാലക്കാരൻ പറഞ്ഞത് പക്ക, അതായത് പൈസ കൊടുത്തിട്ട് വെളുപ്പിക്കുക എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും സ്വന്തം ഒരു വയ്യാത്ത മകളെയും വെച്ച് ഇത്തരം നാടകം ബിനു അടിമാലി എന്തിനാണ്? ഇത് കാണുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ആരോ കമൻറ്റ് ഇട്ടു 3 ലക്ഷം രൂപ വരുന്ന ക്യാമറയാണ്, 8 ലക്ഷമല്ല 3 ലക്ഷമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും 8 ലക്ഷം രൂപ വരുന്ന 9 ലക്ഷം രൂപ അതിന് നഷ്ടപരിഹാരമായിട്ട് ഒരുപാട് ആളുകൾ ബിനുവിന് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും അതേപോലെ തന്നെ ഈ സൂരജ് പാലക്കാരൻ്റെ വീഡിയോയിൽ ബിനു അടിമാലി ഒരുപാട് ഈ ജിനീഷിന് വാട്സപ്പിൽ ഇത് ഗൂഗിൾ പേയിൽ അയച്ചു കൊടുത്ത ഒരുപാട് പൈസേൻ്റെ കണക്കൊക്കെ ഉണ്ട്. 35,000 അങ്ങനെ കുറഞ്ഞിട്ടില്ല, കുറച്ച് 50-80 ആ ഒരു റേഞ്ചിലുള്ള എത്രയോ പൈസ ബിനു അടിമാലി അയച്ചു കൊടുത്തു. കടമായിട്ട് കൊടുത്തുക്കണോ അവരെ തന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരു സെലിബ്രിറ്റിൻ്റെ ഒരു മാനേജർ ആവുന്ന സമയത്ത് എന്തായാലും ആ ഒരു എന്തെങ്കിലും ഒരു മായി ബന്ധപ്പെട്ട ബില്ല് അടക്കാനൊക്കെ ഉണ്ടാവും. സെലിബ്രിറ്റി ആകുമ്പോൾ സാധാരണ ഒരു തിരക്കുണ്ടാകുന്ന സമയത്ത് എന്തായാലും ഈ ഒരു ബിനു ഇത് പൈസ അടച്ചു നീ അത് ഹാൻഡിൽ ചെയ്ത് പറഞ്ഞിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ അയച്ചു കൊടുത്താൽ അതിന് തെളിവൊന്നുമില്ലല്ലോ. അതേ അങ്ങനെ ആ ഒരു ബിനു അടിമാലി പറയാനല്ല, അതിന് വേറെ തെളിവുകളൊന്നും ഇല്ല. ഇതൊരു ബിനു അടിമാലി വളരെ വ്യക്തമായിട്ട് തന്നെ ഈ സൂരജ് പാലക്കാരൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇത് ബിനു അടിമാലി ക്യാമറ തല്ലി പൊട്ടിച്ചിട്ടില്ല, ബിനു അടിമാലി അടിച്ചിട്ടില്ല. അപ്പം എന്തുകൊണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ FIR ഇട്ടു ബിനു അടിമാലിക്കെതിരെ? പാലാരിവട്ടം സ്റ്റേഷനിൽ വന്നു എന്ന് ബിനു അടിമാലിയിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ട് ബിനു അടിമാലിക്കെതിരെ സ്റ്റേഷനിൽ ഇതിട്ടു?
അവിടുന്ന് സ്റ്റേഷനിൽ പിന്നെ ജാം എടുത്തു പോയി. അപ്പോൾ എന്തായാലും ഒരു കംപ്ലൈൻറ്റ് ഉള്ളപ്പോൾ പോലീസുകാർ പൊട്ടന്മാരെന്നല്ലല്ലോ, പോലീസുകാർ എന്തെങ്കിലും. പിന്നെ അതുമല്ല, ജിനീഷ് ഒരു സാധാരണക്കാരനായ ഒരു ക്യാമറമാൻ, ജിനീഷിനെ ആർക്കും അറിയില്ല. ബിനു അടിമാലിനെ അറിയാത്തിട്ടുള്ള ഒരുപാട് മലയാളികളൊക്കെ ഉണ്ടാവില്ല. ഒരുവിധം മലയാളികൾക്കൊക്കെ ഈ ഒരു പിന്നെ ബിനു അടിമാലിനെ അറിയാം. ഇപ്പം എന്തായാലും സ്വാഭാവികം പോലീസ് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായമുണ്ടെങ്കിൽ ബിനു അടിമാലിൻ്റെ കൂടെ നിൽക്കുള്ളൂ. ജിനീഷിൻ്റെ കൂടെ നിൽക്കാൻ ഒരു സാധ്യതയും ഇല്ല. പിന്നെ എന്തുകൊണ്ട് 2 മാസമായി ബിനു അടിമാലിയെ സ്റ്റാർ മാജിക് പ്രോഗ്രാമിൽ നിന്നും പുറത്താക്കി? എന്തെങ്കിലും ഇഷ്യമില്ലാതെ സ്റ്റാർ മാജിക്കിൽ നിന്ന് പുറത്താക്കൂല. കാരണം സ്റ്റാർ മാജിക്കിന് റീമാർക്കായി തോന്നുന്നവരെ അവർ പുറത്താക്കും. കാരണം എന്താ വെച്ചാൽ ഒരു ഷോൻ്റെ ഭാഗമായിട്ട് ആളുകൾക്കിടയിൽ ഒരു നെഗറ്റീവ് പിന്നെ സംഭവം ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയെ സ്റ്റാർ മാജിക് വെച്ചിരിക്കാൻ വേണ്ടി സാധിക്കൂല. കാരണം അവർക്കത് റീമാർക്കായിട്ട് മാറും. അതുകൊണ്ടാണ് ഈ ജിനീഷിനെ, അതായത് ഈ ഒരു ബിനു അടിമാലിനെ 2 മാസത്തേക്ക് സ്റ്റാർ മാജിക്കിൽ നിന്നും പുറത്താക്കിയത്. അപ്പം എന്തായാലും സൂരജ് പാലക്കാരൻ ബിനു അടിമാലിയെ ഈ ഒരു കേസിൽ സൂരജ് പാലക്കാരന് പെയ്ഡ് പ്രമോഷനായിട്ട് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കാണുന്ന ആ ഒരു സൂരജ് പാലക്കാരൻ്റെ ആ ഒരു വീഡിയോ കണ്ടു നോക്കി നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ഇനി അത് മനസ്സിലാക്കാൻ പിന്നെ ഒരു സൂരജ് പാലക്കാരൻ പറയണ്ടേ ബിനു അടിമാലിയെ വെളുപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ ഉണ്ടാവും. ഞാൻ അവനെ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ തല്ലി പൊളിച്ചിട്ടില്ല. എൻ്റെ സുഖമില്ലാത്ത മകളാണ് എൻ്റെ ഏറ്റവും വലിയ തീരാദുഃഖം. ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയാണ്, ജിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ ഞാൻ തല്ലിയിട്ടില്ല, അവൻ്റെ ക്യാമറ ഞാൻ തല്ലി പൊളിച്ചിട്ടില്ല. അവൻ 50,000 രൂപ, അവന് 10,000 രൂപ ഞാൻ വർക്ക് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത്. ഇവൻ യൂട്യൂബിൻ്റെ വർക്കിന് വരുമ്പോൾ എന്നോട് പറയും, ചേട്ടൻ ക്യാമറ പുറത്ത് നിന്ന് എടുക്കുമ്പോൾ അതിന് പേയ്മെൻറ്റ് കൊടുക്കണമല്ലോ, അതുകൊണ്ട് എൻ്റെ ക്യാമറ ഞാൻ എടുക്കാം, ആ പേയ്മെൻറ്റ് എനിക്ക് തന്നാൽ മതി എന്ന് പറയും. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ വർക്കിന് പോകുമ്പോൾ ഉള്ള എക്സ്പെൻസ്, ട്രാവലിംഗ് എക്സ്പെൻസ്, റൂം എടുത്താൽ വിനു ഇനി സംസാരിക്കേണ്ടതായിട്ട് തോന്നുന്നില്ല. കാരണം പറഞ്ഞാൽ വയ്യാത്ത മോളെ തൊട്ട് സത്യം ചെയ്യുന്നവൻ, എനിക്ക് അതിനപ്പുറത്തൊന്നും ഒരു ജന്മമില്ല. ഞാൻ എൻ്റെ ഈ ഒരു ആയുസ് ജീവിതം എൻ്റെ മൂത്ത മോനും ഇളയ മോനും ഭാര്യയൊന്നുമല്ല, എൻ്റെ ആ കൊച്ചിന് മാത്രം ഉദ്ദേശിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുന്ന ആളാണ് ഞാൻ. അതിന് വലിയൊരു സത്യം ഇവിടെ എനിക്ക് പറ്റില്ല, അതിനപ്പുറത്തൊരു സത്യം എനിക്കില്ല. അല്ല, അവരെ എന്തായാലും ബിനുവിനെ വെളുപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ബിനു എന്ന കേരളം കണ്ടതിൽ ഏറ്റവും വലിയ കലാകാരനെ, ഫ്രോഡിനെ സൂരജ് പാലക്കാരൻ വെളുപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ പറഞ്ഞ സത്യം, സൂരജ് പാലക്കാരൻ ബിനു അടിമാലിയെ വെളുപ്പിച്ചോ. സൂരജ് പാലക്കാരനെ തന്നെ ചാനലിൽ തന്നെ ഈ ഒരു വീഡിയോ വരുള്ളൂ. വേറെയുള്ള മറുനാടൻ മലയാളിയിൽ നമ്മൾ ജിനീഷ് പിന്നെ ഇത് കൊടുത്തിരുന്നു, പിന്നെ ഇന്റർവ്യൂ എടുത്തിന് ഈ ഒരു ഭാഗം, ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. മറുനാടൻ മലയാളിയിൽ ഇത് നടക്കൂല. പൈഡ് പ്രമോഷൻ ഇതുപോലത്തെ സംഭവത്തിന് സൂരജ് പാലക്കാരനെ കിട്ടുള്ളൂ. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ജിനീഷിനെ സ്റ്റാർ മാജിക്കിലുള്ള ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് കോംപ്രമൈസ് ആക്കാം പറഞ്ഞതിൽ ഈ ഒരു ബിനു അടിമാലി അടിച്ച കാര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്തായാലും ആ വീഡിയോ എന്തായാലും ഒരു 1-2 ദിവസത്തിനുള്ളിലൊക്കെ പല സോഷ്യൽ മീഡിയയിലും വരാൻ സാധ്യത ഉണ്ട്. എന്തായാലും 99% ബിനു അടിമാലി ഇവരെ ഒരു കയ്യാങ്കളി നടത്തിയിരിക്കുന്നു. ക്യാമറ തല്ലി ചകർത്തു എന്നുള്ള കാര്യം കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല. ജനങ്ങൾ പൊട്ടനാക്കാൻ വേണ്ടി ഒരാൾക്കും ശ്രമിക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ പൊട്ടനാണെച്ചെങ്കിലും വേറെ ആളെ പൊട്ടനാക്കാൻ എനിക്ക് പറ്റില്ല. കാരണം ബുദ്ധിയുള്ള ആളുകളെ ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്.